ഓക്കെ, സിലബസ് നോക്ക്. ഫിഫ്ത്ത് മൊഡ്യൂൾ, ഇനി 2 മൊഡ്യൂളല്ല, 5 and 6. ഫിഫ്ത്ത് മൊഡ്യൂൾ തീർക്കാൻ വേണ്ടി 2+2 4+3 7 hours. സിക്സ്ത് മൊഡ്യൂൾ 7 hours ആണുള്ളത്. 7 hour എത്രത്തോളം മുന്നോട്ട് പോകുന്നുള്ള എനിക്കറിയില്ല. മാക്സിമം നമുക്ക് നോക്കാം. കാരണം നിങ്ങൾക്ക് എക്സാമിനേഷൻസിൽ മാക്സിമം മാർക്ക് വരുന്ന മൊഡ്യൂളാണ് 5-6. ആൻഡ് ദീസ് ആർ ദ ബിഗ്ഗസ്റ്റ് മൊഡ്യൂൾസ് ഇൻ ഡൈനാമിക്സ് ആൻഡ് മെഷീനറി. 5 and 6 ഞാൻ കണ്ടിന്യൂസ് ആയിട്ടാണ് പോകുക. 5 വേറെ 6 വേറെ എന്നുള്ളതല്ല, കാരണം കണ്ടിന്യൂസ് ടോപ്പിക്സ് ആണ്. ടോട്ടലി റിലേറ്റഡ് ടു മെക്കാനിക്കൽ വൈബ്രേഷൻസ്. ഇതാണ് മൊഡ്യൂൾ 5. ഇത് തന്നെയാണ് മൊഡ്യൂൾ 6 ഉള്ളത്. സോ സി, അതിലെ ജസ്റ്റ് സിലബസിലെ ടോപ്പിക്സ് എല്ലാം നോക്കാം. ഫ്രീ വൈബ്രേഷൻസ് ഓഫ് സിംഗിൾ ഡിഗ്രി ഓഫ് ഫ്രീഡം സിസ്റ്റംസ്. അതൊരു ഇൻട്രൊഡക്ടറി ടോപ്പിക്കാണ്. സിംഗിൾ ഡിഗ്രി ഓഫ് ഫ്രീഡം സിസ്റ്റത്തിൽ, അതായത് നമുക്ക് ബേസിക്കലി വൈബ്രേഷനിൽ ഫ്രീ വൈബ്രേഷൻസും പോസ്റ്റ് വൈബ്രേഷൻസും പഠിക്കാനുണ്ട്. ഈ ഫ്രീ വൈബ്രേഷൻസിന്റെയും പോസ്റ്റ് വൈബ്രേഷൻസിന്റെയും കംപ്ലീറ്റ് ടോപ്പിക്സ് ആണ് നമ്മൾ ഫിഫ്ത്ത് മൊഡ്യൂളിൽ സ്പെസിഫിക് ആയിട്ട് പഠിക്കുക. സിക്സ്ത്തിലേക്ക് പോകുമ്പോൾ ലിറ്റിൽ ബിറ്റ് മോർ ഓഫ് ആൻ ആപ്ലിക്കേഷൻ ലെവലിലേക്ക് നമ്മൾ എത്തും. ആപ്ലിക്കേഷൻ ഓഫ് വൈബ്രേഷൻ കൺസെപ്റ്റ്സും തിയറീസും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ എത്തും. 2 മൊഡ്യൂളിൽ ന്യൂമറിക്കൽ ഉണ്ട്. ന്യൂമറിക്കല് കുറച്ച് ലെങ്തി ആണ്, പക്ഷെങ്കിൽ നല്ല ശ്രദ്ധിച്ചിരുന്നാല് ടിപ്പിക്കൽ ന്യൂമറിക്കലാണ് വരിക. ഓക്കെ, 10 മാർക്കിന് ചെയ്യാനുള്ള ന്യൂമറിക്കൽ തന്നെയാണ് ഉള്ളത്, പക്ഷെങ്കിൽ മനസ്സിലാക്കിയാൽ സിമ്പിളായി ചെയ്യാം. സോ വി ഹാവ് ടു സ്റ്റാർട്ട് വിത്ത് ഫ്രീ വൈബ്രേഷൻസ്. ആ ഫ്രീ വൈബ്രേഷൻസ് തന്നെ നമുക്ക് സിംഗിൾ ഡിഗ്രി ഓഫ് ഫ്രീഡം സിസ്റ്റം ഉണ്ട്, 2 ഡിഗ്രി ഓഫ് ഫ്രീഡം സിസ്റ്റം ഉണ്ട്, 3 ഡിഗ്രി ഓഫ് ഫ്രീഡം സിസ്റ്റം, മൾട്ടി ഡിഗ്രീസ് ഓഫ് ഫ്രീഡം സിസ്റ്റം, അങ്ങനെ കുറെ ഉണ്ട്. നമുക്ക് എന്തായാലും സിംഗിൾ ഡിഗ്രി ഓഫ് ഫ്രീഡം സിസ്റ്റവും 2 ഡിഗ്രി ഓഫ് ഫ്രീഡം സിസ്റ്റം നോക്കേണ്ടി വരും. പിന്നെ മൾട്ടി ഡിഗ്രി ഓഫ് ഫ്രീഡത്തിന്റെ നമുക്ക് ചെറിയ ജനറലൈസ്ഡ് ആയിട്ട് പോവാം. ആ ഫസ്റ്റ് പറഞ്ഞ ഇൻട്രൊഡക്ഷൻ തന്നെ 2 hourലൊന്നും എനിക്ക് തോന്നുന്നില്ല ഓൺലൈൻ ക്ലാസ്സിൽ 40 മിനിറ്റ് ക്ലാസ് വെച്ച് 2 hour തീർക്കാൻ പറ്റും. എനിവേ, പിന്നെയുള്ളത് അൺഡാംപ്ഡ് ആൻഡ് ഡാംപ്ഡ് ഫ്രീ വൈബ്രേഷൻസ്. അതൊക്കെ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും. അതിൽ തന്നെ ഡാമ്പിംഗ് എന്ന് റിലേറ്റ് ചെയ്ത ടോപ്പിക്കിൽ വി ഹാവ് വിസ്കസ് ഡാമ്പിംഗ് ഉണ്ട്. ഡാമ്പിങ്ങിന്റെ സർട്ടൻ കണ്ടീഷൻസ് ഉണ്ട്. അതിൽ വരുന്ന ഒന്നാണ് ക്രിട്ടിക്കൽ ഡാമ്പിംഗ്. അതേ ടോപ്പിക്കിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്നതാണ്. അല്ലെങ്കിൽ ഡാമ്പിംഗ് റിലേറ്റ് ചെയ്ത് വെൻ വി സ്റ്റഡി we will come across a term known as logarithmic increment. വേറൊരു ടൈപ്പ് ഓഫ് ഡാമ്പിംഗ് ആണ് കൂളും ഡാമ്പിംഗ്. പിന്നെയുള്ളത് ഹാർമോണിക്കലി എക്സൈറ്റഡ് വൈബ്രേഷൻസ്, ദാറ്റ് ഈസ് ഫോഴ്സ്ഡ് വൈബ്രേഷൻസ്. ഫിഫ്ത്ത് മൊഡ്യൂളിന്റെ എൻഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ റെസ്പോൺസ് ഓഫ് ആൻ അൺഡാംപ്ഡ് ആൻഡ് ഡാംപ്ഡ് സിസ്റ്റം. അതെല്ലാം പറയാം എന്താണെന്നുള്ളത്. പിന്നെയുള്ളത് ബീറ്റ് ഫിനോമിനൻ ട്രാൻസ്മിസിബിലിറ്റി. ബീറ്റ് ഫിനോമിനൻ കംപ്ലീറ്റ് തിയറിയാണ്. ട്രാൻസ്മിസിബിലിറ്റിന്റെ കൺസെപ്റ്റും ചോദിക്കും. ട്രാൻസ്മിസിബിലിറ്റി സിമ്പിൾ ആണ്, അത് റിലേറ്റ് ചെയ്തിട്ട് ന്യൂമറിക്കൽ ഉണ്ട്. ഫിഫ്ത്ത് മൊഡ്യൂൾ. സിക്സ്ത് മൊഡ്യൂളിലേക്ക് വരുമ്പോൾ ലിറ്റിൽ മോർ ആപ്ലിക്കേഷൻസ്. ഈ വേളിംഗ് ഓഫ് ഷാഫ്റ്റ് ആണ് സിക്സ്ത് മൊഡ്യൂളിലെ ഫസ്റ്റ് ലോ. വേളിംഗ് ഓഫ് ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ അത് വൈബ്രേഷൻ എങ്ങനെ ഒരു മെഷീൻ പാർട്ടിൽ എഫക്ട് ചെയ്യുന്നുള്ളൂ എന്നതിന്റെ അനാലിസിസും അതുമായി റിലേറ്റ് ചെയ്യുന്ന കണ്ടന്റാണ് വേളിംഗ് ഓഫ് ഷാഫ്റ്റിലുള്ളത്. അതിൽ തന്നെ വരുന്ന ടോപ്പിക്കാണ് ക്രിട്ടിക്കൽ സ്പീഡ്. നെക്സ്റ്റ് അടുത്തത് എൻറ്റയർലി എന്താ പറയുക വേറെ ഡൊമൈനാണ് വൈബ്രേഷൻ, ദാറ്റ് ഈസ് ടോർഷണൽ വൈബ്രേഷൻ. നമ്മൾ ഫിഫ്ത്ത് മൊഡ്യൂൾ കംപ്ലീറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓർ മേജർ പാർട്ട് വിൽ ബി റിലേറ്റഡ് ടു ട്രാൻസ്ലേറ്ററി മോഷൻ. അതായത് ഒരു മാസ് ഒരു ഫ്ലാറ്റ് പ്ലെയിനിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു. ആ പ്ലെയിനിന് ഇൻക്ലിനേഷൻ ഉണ്ടാവാം, അല്ലെങ്കിൽ അത് ഹൊറിസോണ്ടൽ ആയിരിക്കാം, പല രീതിയിലായിരിക്കാം. അല്ലെങ്കിൽ ഒരു റോൾ ചെയ്യുന്ന ടയർ, വീല്, സ്പ്രിങ്, അങ്ങനത്തെ പല സാധനങ്ങളും വൈബ്രേറ്റ് ചെയ്യുന്ന എലമെന്റ്സ് എല്ലാം ഒരു പ്ലെയിനിലാണ്. അതിലുള്ള ട്രാൻസ്ലേറ്ററി മോഷനും. സിക്സ്ത് മൊഡ്യൂളിൽ ടോർഷണൽ വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ മോഷന്റെ ബിഹേവിയർ മാറും. അറ്റൈൻസ് റൊട്ടേറ്ററി മോഷൻ. അപ്പൊ ആ കൺസെപ്റ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് അവിടെയുള്ള സെൽഫ് എക്സൈറ്റേഷൻ, സ്റ്റെബിലിറ്റി അനാലിസിസ്. പിന്നെ വൈബ്രേഷൻ കൺട്രോൾ, വൈബ്രേഷൻ ഐസൊലേഷൻ, വൈബ്രേഷൻ അബ്സോർബേഴ്സ്, 3 തിയറിയാണ്. വൈബ്രേഷൻ ഐസൊലേറ്റേഴ്സ് ഒക്കെ റിലേറ്റ് ചെയ്ത് ചെറിയ ന്യൂമറിക്കൽസ് ചോദിക്കാം, പക്ഷെ എളുപ്പമാണ്. സിക്സ്ത് മൊഡ്യൂളിൽ ലാസ്റ്റ് ഭാഗം മൾട്ടി ഡിഗ്രി ഓഫ് ഫ്രീഡം സിസ്റ്റമാണ്. പിന്നെയുള്ള വൈബ്രേഷൻ മെഷർമെന്റ് കംപ്ലീറ്റ് തിയറിയാണ്. വൈബ്രേഷൻ മെഷർമെന്റ്, ആക്സിലറോമീറ്റർ, സീസ്മോമീറ്റർ, വൈബ്രേഷൻ എക്സൈറ്റേഴ്സ്, എല്ലാം തിയറിയാണ്. വൈബ്രേഷൻസ് നോക്കാൻ എൻ്റെ ഒപ്പീനിയനിൽ ഏറ്റവും നല്ല പുസ്തകം എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ വൈബ്രേഷൻസ് തന്നെയാണ്. ടെക്സ്റ്റിന്റെ കംപ്ലീറ്റ് കൺസെപ്റ്റ്സ് കൊണ്ട് കുറച്ചും കൂടി സിമ്പിൾ ആയിട്ടാണുള്ളത്.
ഇതേ വൈബ്രേഷൻ ടോപ്പിക്സ് നിങ്ങൾക്ക് SS രത്തനിലും ഉണ്ടാവും. കുർമിയിൽ ഇല്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എൻ്റെ അടുത്ത് കുർമി ടെക്സ്റ്റ് ഇല്ല, കുർമിയിൽ ഇല്ല എന്നാണ് എൻ്റെ ഓർമ്മ. വൈബ്രേഷൻ ബെല്ലാനിയിലുണ്ട്. ടെക്സ്റ്റുകളെല്ലാം ഉണ്ട്. ഒരു ഫോറിൻ ഓവർ ഉണ്ട്, സാഡ്ലർ. സാഡ്ലറും പിന്നെ സാഡ്ലറിന്റെ കൂടെ വേറെ സാഡ്ലറിന് ഒരു ടെക്സ്റ്റ് ഉണ്ട്. ഇത് വൺ ഓഫ് ദ മോസ്റ്റ് സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്സ് ആണ്. അതുപോലെ തന്നെ ജോസഫ് എച്ച് ഷീഗ്ലി ബുക്ക്, ഇത് രണ്ടും ഫോറിൻ ഓവറാണ്. തിയറി ഓഫ് മെഷീൻസ് അങ്ങനെ അതിന്റെ പേര് നടക്കും. ഇത്രയും ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. ഞാൻ നിങ്ങളോട് റെഫർ പറയാനുള്ള ടെക്സ്റ്റ് VP സിംഗ് ആയിരിക്കും. കാരണം ഇതില് എനിക്ക് കമ്പയർ ചെയ്തിട്ടുള്ള സിംപിളർ ആയിട്ടുള്ള സാധനം VP സിംഗ്, കുറച്ചും കൂടി എനിക്ക് മനസ്സിലാവുന്ന രീതിയിൽ എഴുതിയിട്ടുള്ളത്. സാഡ്ലറും ഷീഗ്ലിന്റെ ഒരു ചെറിയൊരു ക്യാരക്ടറൈസേഷൻ എന്ന് പറഞ്ഞാല്, സാഡ്ലറും ഷീഗ്ലിയും നമുക്ക് പെട്ടെന്ന് ഒരു ടോപ്പിക് എടുത്തിട്ട് അതിലങ്ങ് പഠിച്ചിട്ട് കുറെ ഭാഗം കൺസെപ്റ്റ് മനസ്സിലാക്കാം. ബട്ട് ഇക്വേഷൻസും ന്യൂമറിക്കൽസും എല്ലാം വരുമ്പോൾ നമുക്ക് വെറുതെ ഇഷ്ടമാക്കാം. കാരണം വെച്ചാൽ ഫ്രം ദ ഇനീഷ്യൽ ഫേസ് ഇറ്റ്സെൽഫ് നമ്മൾ ഇത് തന്നെ ഫോളോ ചെയ്യണം. അങ്ങനെയാകുമ്പോൾ മാത്രമേ നമുക്ക് അതിന്റെ ഒരു ഹെക്ക് കിട്ടും. ഈ സാഡ്ലറിന്റെ ഷീഗ്ലിന്റെ ചെറിയൊരു ക്യാരക്ടറിസ്റ്റിക്. ഇടയ്ക്ക് കൺസെപ്റ്റ് മനസ്സിലാവുന്ന നിങ്ങൾക്ക് ഈ ടോപ്പിക് ഒന്നും നോക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇക്വേഷൻസ്, ഡെറിവേഷൻസ് അല്ലെങ്കിൽ ന്യൂമറിക്കലിലേക്ക് വരുമ്പോൾ ചെറിയൊരു ഡിഫിക്കൽട്ടി ഫേസ്. In the case of VP Singh, it is much simpler. Okay, simple definitions ആണ് VP Singh. നിങ്ങൾക്ക് അറിയാം, നമ്മൾ പലരെ കയ്യിലുണ്ട്. ബെല്ലാനി ഓൾസോ സ്ട്രേറ്റ് ടു ദ പോയിന്റ് ആണ്. അഡീഷണൽ ആയിട്ട് ഒരു സെന്റൻസ് ഒരു ബെല്ലാനി ഉണ്ടാവില്ല. എന്താണോ കാര്യം അത് മാത്രം. ബെല്ലാനി ടെക്സ്റ്റ് ആണെങ്കിൽ കുറച്ച് പഠിയാൻ കുറച്ച് സൈസ് ഉണ്ട്, പക്ഷേ കംപ്ലീറ്റ് ടോപ്പിക്സ് ഉണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് റിലേറ്റഡ് ടു ദ 5th മൊഡ്യൂൾ. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ കഴിഞ്ഞ സെമിസ്റ്റർ മുതൽ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ടെക്സ്റ്റ് ബുക്ക് ഇപ്പോൾ ഉണ്ടോ? ഏതാ ഉള്ളത്? കുർമിയിൽ എനിക്ക് തോന്നുന്നു വൈബ്രേഷൻ, എനിക്ക് ഓർമ്മയില്ല. കുർമിന്റെ ഇൻഡെക്സ് ഇല്ല. ടോർഷണൽ വൈബ്രേഷനെ പറ്റി എന്തോ കുർമിയിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷെ അത് മാത്രം നോക്കിയോണ്ട് ഒരു ക്ലാരിറ്റി കിട്ടില്ല. വൈബ്രേഷൻ ഇല്ലാന്ന് നടക്കുന്നു. രത്തനുള്ള ആൾക്കാരുണ്ടോ? ഇത് പഴയ എഡിഷൻ ആണ് രത്തന്റെ. രത്തനിലുണ്ട്. രത്തനാണ് ഫോളോ ചെയ്യുന്നത്. കണ്ടിന്യൂസ് രത്തൻ തന്നെ ഫോളോ ചെയ്യാം. 80-85% സിലബസ് കവർ ചെയ്യുന്ന ടോപ്പിക് ഉണ്ട്. VP സിംഗ് ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല കേട്ടോ. അതായത് നമ്മൾ തിയറി ഓഫ് മെഷീൻസ് പറഞ്ഞ VP സിംഗിൽ വൈബ്രേഷൻ ഉണ്ടാവില്ല. VP സിംഗിലുള്ള ആൾക്കാരുണ്ടാ? തിയറി ഓഫ് മെഷീൻസ് ബൈ VP സിംഗ് ഉണ്ടാ? അത് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാ? തിയറി ഓഫ് മെഷീൻസ് ബൈ VP സിംഗ് ആണെങ്കിൽ അതിലുണ്ടാവില്ല. VP സിംഗിന്റെ മെക്കാനിക്കൽ വൈബ്രേഷൻ എന്ന് പറഞ്ഞ ടെക്സ്റ്റിലാണ് ഇതിലുള്ളത്. SS രത്തൻ, PL ബെല്ലാനിനൊക്കെ തിയറി ഓഫ് മെഷീൻസ് ആണ് ടെക്സ്റ്റ് ബുക്ക്. അതിന്റെയൊക്കെ ടെക്സ്റ്റ് ബുക്കിന്റെ പേര് തിയറി ഓഫ് മെഷീൻസ് ആണ്. ബട്ട് VP സിംഗിന്റെ മെക്കാനിക്കൽ വൈബ്രേഷൻസ് എന്ന് പറഞ്ഞ ടെക്സ്റ്റ് തന്നെ വേണം. അതിന്റെ PDF ഉണ്ട് നോക്കുന്നു. PDF എന്റെ കയ്യിൽ ഉണ്ടാവണം, ഒന്ന് കരുതി നോക്കണം. PDF ഉണ്ടെങ്കിൽ ഞാൻ അയക്കാം. ആരുടെ കയ്യിലെങ്കിലും ഈ വൈബ്രേഷൻസ് അല്ലെങ്കിൽ ഇതൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള മറ്റേ KTUവിന്റെ എന്തെങ്കിലും മറ്റേ ഇതിന്റെ എയർവാക്കിന്റെ ബുക്ക് എങ്ങാനും ഉണ്ടോ? എന്താ? ഹലോ, കേൾക്കുന്നുണ്ട്? ഓക്കെ, tell me, മെക്കാനിക്കൽ വൈബ്രേഷൻ എന്ന് പറഞ്ഞ ടെർമിനോളജി, ഈ ടെർമിനോളജി നോക്കുമ്പോൾ ഇത് അഡ്വാൻറ്റേജസ് ആയിട്ടാണോ ഡിസ്അഡ്വാൻറ്റേജസ് ആയിട്ടാണോ നമുക്ക് തോന്നുന്നത്? അഡ്വാൻറ്റേജസ് ആണോ ഡിസ്അഡ്വാൻറ്റേജസ് ആണോ? ഡിസഡ്വാൻറ്റേജ്. കുറച്ച് ഡിസ്അഡ്വാൻറ്റേജസ് പറഞ്ഞാട്ടോ.
റൊട്ടേറ്റിംഗ് മെക്കാനിക്കൽ പാർട്സിന്റെ ഫെയിലിയേഴ്സ് സംഭവിക്കും വൈബ്രേഷൻസ് കൊണ്ട്. വൈബ്രേഷൻ കൊണ്ട് എങ്ങനെയാണ്? ഓക്കെ, കറക്റ്റ് ആണ്. വൈബ്രേഷൻ കൊണ്ട് എങ്ങനെയാണ് ഫെയിലിയർ സംഭവിക്കുക? ബെൻഡിങ് സ്ട്രെസ് ഒക്കെ വരുമ്പോ പാർട്സിൽ ഫെയിലിയേഴ്സ് സംഭവിക്കും. ബെൻഡിങ്സ് ഇൻഡ്യൂസ് ചെയ്യാം, ബെൻഡിങ്സ് കൊണ്ട് ബെൻഡിങ് സ്ട്രെസ് വരാം. ഓക്കെ, കറക്റ്റ്. അതായത് മെഷീൻ പാർട്സിന്റെ ഫെയിലിയർ. വേറെ ഫെയിലിയർ ഭയങ്കര ജനറൽ ടേം ആയിപ്പോയി. ഫെയിലിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ വേറെ ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഫെയിലിയർ എന്നൊരു ടേം എന്ന് പറയുന്നതിൽ കാര്യമില്ല. നമ്മൾ ഇതുപോലെ ഇപ്പൊ മെഷീൻ പാർട്സ്, ഷാഫ്റ്റ്, റൊട്ടേറ്റിംഗ് ഷാഫ്റ്റുകൾ ഉണ്ടെങ്കിൽ ഡ്യൂ ടു എക്സസീവ് വൈബ്രേഷൻ ബെൻഡിങ് ഓഫ് ദ ഷാഫ്റ്റ് മേ അറൈസ്. ദാറ്റ് വിൽ ലീഡ് ടു ദ ഫെയിലിയർ ഓഫ് ദ വർക്കിംഗ് ഓഫ് ദ ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഓക്കെ, ദാറ്റ്സ് എ സ്പെസിഫിക് എക്സാമ്പിൾ. സിമിലർലി മറ്റു കുറച്ച് സ്പെസിഫിക് എക്സാമ്പിൾസ് പറഞ്ഞാൽ കറക്റ്റ് ആണ്. ഒന്ന് ഒറ്റൊരു ഡിസഡ്വാൻറ്റേജ് ഉള്ളൂ. കേൾക്കുന്നില്ല. സർ, അസംബിൾ ചെയ്ത പാർട്സ് ചിലപ്പോൾ ലൂസ് ആവാൻ ചാൻസ് ഉണ്ട്. വെരി ഗുഡ്. ലൂസണിങ് ഓഫ് അസംബിൾഡ് പാർട്സ്, വെരി നല്ല എക്സാമ്പിൾ ആണ്. ഓക്കെ, കറക്റ്റ് ആണ്. ഫസ്റ്റ് വൺ ആദ്യം ശ്രീനാഥ് പറഞ്ഞു തന്നെ, അതായത് ബെൻഡിങ്. ഞാൻ ഇത്ര എഴുതുന്നുണ്ട്, കഴിയുന്നില്ല. ബെൻഡിങ് അതുകൊണ്ട് ഫെയിലിയർ ഉണ്ടാവാം. ഓക്കെ, രണ്ടാമത് വൈശാഖ് പറഞ്ഞ ലൂസണിങ്, അസംബിൾഡ് പാർട്സിന്റെ ലൂസണിങ് ഉണ്ടാവാം. ഓക്കെ, ഒന്നുകൂടി പറയാം. നോയ്സ് ക്രിയേറ്റ് ചെയ്യും. വെരി ഗുഡ്, കറക്റ്റാണ്. ഭയങ്കര നോയ്സ് ആയിരിക്കും ജനറേറ്റ് ചെയ്യപ്പെടുക. നോയ്സിന്റെ കൂടെ തന്നെ നോയ്സ് ഉണ്ടാകുന്നത് വറക്കുന്നുണ്ടാവും അല്ലെ, അപ്പൊ ഹീറ്റ് ജനറേറ്റ് ചെയ്യപ്പെടും, ചൂടാവും. ഇത് രണ്ടും ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ മെഷീൻ കോമ്പണൻസിൽ വിയർ ആൻഡ് ടിയർ ഉണ്ടാവും. ഏറ്റവും ഹൈലൈറ്റ് ചെയ്യപ്പെട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കുറച്ച് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് മെക്കാനിക്കൽ വൈബ്രേഷൻസ് ആണ് ഇത്. ഇനി വൈബ്രേഷൻ എപ്പോഴെങ്കിലും അഡ്വാൻറ്റേജസ് ആയിട്ട് തോന്നിയിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ഹാവ് യു എവർ തോട്ട് അബൌട്ട് വൈബ്രേഷൻ ടു ബി advantages, or have you come across any advantages of vibration? പവർ ജനറേഷൻ. പവർ ജനറേഷനും വൈബ്രേഷനും നമ്മൾ ഡയറക്റ്റ് കണക്ഷൻ ഉണ്ടാവില്ലല്ലോ. പവർ ജനറേറ്റ് ചെയ്യുന്നതൊക്കെ എന്താ പറയാ, നമ്മളൊരു എനർജി ഇൻപുട്ടായി എടുത്തിട്ട് അതിന്റെ മേലെ വർക്ക് ഡൺ നടത്തിയിട്ട് കിട്ടുന്നതല്ലേ പവർ ജനറേഷൻ. ടോക്കിംഗ് ഇൻ മെക്കാനിക്കൽ ആസ്പെക്ട്സ്. പവർ ജനറേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലേ, പവർ ജനറേഷൻ അല്ല, വേറെ എന്തെങ്കിലും. മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിനെ പറ്റി ഒന്ന് ആലോചിച്ചോട്ടെ. ഗിറ്റാർ, വയലിൻ, ഹാർമോണിയം, ഇതൊക്കെ എങ്ങനെ വർക്ക് ചെയ്യുന്നത്? ഗിറ്റാർ എങ്ങനെ വർക്ക് ചെയ്യുന്നത്? സ്ട്രിംഗ് വൈബ്രേഷൻ. വെരി ഗുഡ്. സ്ട്രിംഗ് ഇൻസ്ട്രുമെന്റ്സ് എല്ലാം അത് വളരെ എവിഡന്റ് ആയിട്ടുള്ള എക്സാമ്പിൾ ഓഫ് അഡ്വാൻറ്റേജ് ഓഫ് വൈബ്രേഷൻ. വൈബ്രേഷൻ ഉള്ളത് കൊണ്ടാണ് വർക്ക് ചെയ്യുന്നത്. ഈ ഹാർമോണിയം പറയുന്നത് അതിൽ വിൻഡ് ഇൻസ്ട്രുമെന്റ്സ് ആണ്. ഫ്ലൂട്ട്, അതും എങ്ങനെയാ വർക്ക് ചെയ്യുന്നത്? എയർ പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് അല്ലെ. ഹാർമോണിയത്തിന്റെ ബെല്ലോസ് വൈബ്രേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. നമുക്കെങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത്? നമ്മളെ വോക്കൽ കോഡ് വൈബ്രേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. നമ്മളെങ്ങനെ കേൾക്കുന്നത്? ഇയർ ഡ്രംസ് വൈബ്രേറ്റ് ചെയ്യുന്നു.
വെരി ഗുഡ്. സോ നമ്മൾ ഇങ്ങനെയൊക്കെ മെക്കാനിക്കൽ വൈബ്രേഷൻസിന്റെ ഡിസഡ്വാൻറ്റേജിനെ പറ്റി ആലോചിച്ചാൽ വേർ ആർ എന്താ പറയാ, നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നതിലും അധികം അഡ്വാൻറ്റേജസ് ഉണ്ട് വൈബ്രേഷൻസ്. വൈബ്രേഷൻസ് ഇൻ ജനറൽ ആണ്, മെക്കാനിക്കൽ വൈബ്രേഷൻസ്. ബട്ട് നമ്മളിപ്പം എന്താ പറയാ, യു ആർ സ്റ്റഡിങ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ തിയറി ഓഫ് മെഷീൻസ് പറഞ്ഞാൽ മെക്കാനിക്കൽ ആക്ഷൻസ് കൊണ്ട് പവർ ജനറേഷൻ, വർക്ക് ചെയ്യുന്നു, മെക്കാനിസംസിന് മോഷൻ ഉണ്ടാകും, ഇതിനെ പറ്റിയൊക്കെ നമ്മൾ പഠിക്കുന്നത്. സോ അവിടെ വിത്തിൻ ദാറ്റ് ഡൊമൈൻ ഓഫ് സ്റ്റഡി the term mechanical vibrations is has the most affinity towards disadvantage. ഡിസഡ്വാൻറ്റേജിനെ പറ്റി മാത്രമേ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. സോ അഡ്വാൻറ്റേജസ് ഉണ്ട്, അതായത് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, സ്ട്രിങ് ഇൻസ്ട്രുമെന്റ്സ്, വിൻഡ് ഇൻസ്ട്രുമെന്റ്സ്, പിന്നെ നമ്മൾ സംസാരിക്കുന്നത് വൈബ്രേഷൻ ഓഫ് വോക്കൽ കോഡാണ്, നമ്മൾ കേൾക്കുന്നത് വൈബ്രേഷൻ ഓഫ് ഇയർ ഡ്രം ആണ്. ഇങ്ങനെ കുറെ എന്താ പറയാ അഡ്വാൻറ്റേജസ് ഉണ്ട്. ബട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഈ വൈബ്രേഷൻസിന്റെ ഈ ഡിസഡ്വാൻറ്റേജസിലേക്കാണ് within our domain of study. So by doing the analysis, by studying about the different values of vibrations, effect of vibration, ultimately what our aim should be, what to minimize this vibration. ഒരു മൂവിങ് ബോഡിയിൽ, ഒരു മൂവിങ് പാർട്ടിൽ, റൊട്ടേറ്റ് ചെയ്യുന്ന ബോഡിയിൽ, അല്ലെങ്കിൽ ഇന്റർലിങ്ക്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന പാർട്സിൽ വി ഹാവ് ടു ഓൾവേസ് മിനിമൈസ് ദ വൈബ്രേഷൻ. നമുക്ക് ഒരിക്കലും വൈബ്രേഷൻ കംപ്ലീറ്റ് ആയിട്ട് ഇറാഡിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. വൈബ്രേഷൻ നേച്ചറിൽ, അല്ലെങ്കിൽ ഒരു ബോഡി മൂവ് ചെയ്ത വൈബ്രേഷൻ ഡെഫിനറ്റ്ലി ഉണ്ടാവും, കാരണം നമുക്ക് ചുറ്റും എയർ ആണല്ലോ. അല്ല, വൈബ്രേഷൻ എന്തായാലും ഉണ്ടാവും. എയർ പാർട്ടിക്കിൾസിലേക്ക് ഇത് വേവ് ഫോർമില് വൈബ്രേഷൻ ഉണ്ടാവും, ഡെഫിനറ്റ്ലി ഒരു ബോഡിക്ക് ഉണ്ടാവും, കാരണം എല്ലാ ബോഡിക്കും മാസ് ഉണ്ട്. സോ നമ്മളുടെ അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞാൽ ഹൗ വി ക്യാൻ റെഡ്യൂസ് ദി വൈബ്രേഷൻസ്. സി, നിങ്ങൾ കോളേജിൽ കോണ്ടാക്ട് ക്ലാസ് ഉള്ള സമയത്ത് നിങ്ങൾ പ്രൊഡക്ഷൻ ലാബ് ചെയ്തിട്ടില്ലേ? ലെയ്ത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ഷേപ്പറിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, മില്ലിംഗ് മെഷീനിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ മെഷീന്റെ ഒക്കെ അടിയിൽ ചെറിയൊരു ഹൈറ്റില് ഒരു പ്ലാറ്റ്ഫോമിന്റെ മേലെ ഇത് വെച്ചിട്ടുള്ളത് അല്ലേ? അത് ബേസിക്കലി ഈ ലെയ്ത്ത് ബെഡ്, അല്ലെങ്കിൽ എന്താ പറയുക, അതിന്റെ പ്ലാറ്റ്ഫോം, അതിന്റെ ഫൗണ്ടേഷനാണ്. ആ ഫൗണ്ടേഷൻ എന്തിനാണ് ശരിക്കും ആരും ഉണ്ടാക്കിയത്? ടു അറസ്റ്റ് ദ ഫ്ലോയിങ് വൈബ്രേഷൻസ്. ഗ്രൗണ്ടിലേക്ക് വൈബ്രേഷൻസ് പോകുന്നതിന്റെ കുറെ ഭാഗം അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഫൗണ്ടേഷൻ മാത്രമല്ല ഉള്ളത്, അതിന്റെ ഇടയിൽ കുറെ വൈബ്രേഷൻ അബ്സോർബേഴ്സ്, ഇപ്പൊ വലിയ റബ്ബറിന്റെ ഷീറ്റുകളോ, അല്ലെങ്കിൽ റബ്ബറിന്റെ ഈ റൂമിലിരിക്കുന്ന കസേരക്കൊക്കെ താഴെ റബ്ബറിന്റെ ഇതുണ്ടാവും, നോബ് ഉണ്ടാവും. അതെന്തിനാണ്? കസേര അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുമ്പോൾ ഇങ്ങനെ ശക്തമായി വരഞ്ഞിട്ട് കലകൾ വരാണ്ടിരിക്കാനോ, ആ വരയുമ്പോൾ സംഭവിക്കുന്നത് ഫ്രിക്ഷൻ ആണ്, അവിടെ വൈബ്രേഷൻ ആണ് സംഭവിക്കുന്നത്. അപ്പൊ അതിനൊക്കെ പരമാവധി എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്ന് വെച്ചാൽ റബ്ബർ വരെയാണ്ട് റബ്ബർ വരെയും അതും വൈബ്രേറ്റ് ചെയ്യും. പക്ഷെങ്കിൽ ഡയറക്റ്റ് ഒരു മെറ്റാലിക് അല്ലെ വുഡൻ പാർട്ട് വീട്ടിന്റെ ഫ്ലോറിൽ ടച്ച് ചെയ്തിട്ടുണ്ടാകുന്ന എഫക്ട് റബ്ബറിന് ഉണ്ടാവില്ല. അതുകൊണ്ട് അവിടെയൊക്കെ നമ്മൾ വി ഇൻസ്റ്റാൾ വൈബ്രേഷൻ അബ്സോർബേഴ്സ്. സോ അൾട്ടിമേറ്റ്ലി നമ്മളുടെ എയിം എന്ന് പറഞ്ഞാൽ ഹൗ ടു മിനിമൈസ് ദ വൈബ്രേഷൻസ്. Basically people became very interested in the vibration, or in the concept of vibration, when they created the first musical instruments. അതാണ് ബേസിക്കലി തുടക്കം. അതായത് പ്രോബ്ലി ഈ വിസിൽസ് ഉണ്ടല്ലോ, വിസിൽസ്, ഡ്രംസ്, ഇതൊക്കെയാണല്ലോ ആദ്യകാലത്ത് ഉണ്ടായിട്ടുണ്ടാവുക. ആൾക്കാർ വരുന്നത് അറിയിക്കാൻ, അല്ലെങ്കിൽ യുദ്ധത്തിന്റെ ആർമി വരുന്നത് അറിയിക്കാൻ ഡ്രം ബീറ്റ് ഉണ്ടാവും. ആർമി മാർച്ച് ചെയ്യുന്നതിന്റെ ഡ്രം ബീറ്റ് ഉണ്ടാവും. പണ്ടത്തെ റിമെമ്പർ ദ പീരീഡ് ഓഫ് ഫസ്റ്റ് യുദ്ധങ്ങളെല്ലാം വന്ന സമയത്ത് വളരെ നൊമാഡിക് ആയിട്ട് മനുഷ്യരുണ്ടാകുന്ന കാലം മുതൽ. നിങ്ങൾ ഗെയിം ഓഫ് ത്രോൺസ് എല്ലാം കണ്ടിട്ടില്ലേ? സീരീസ് വൈക്കിങ്സ്, ഗെയിം ഓഫ് ത്രോൺസ്, ഇതെല്ലാം കണ്ടിട്ടുണ്ടാവില്ലേ? അതിലൊക്കെയുള്ള ഏറ്റവും കൂടുതൽ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടാകുന്ന സ്ട്രിങ് കൊണ്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടാവും. ഹോൺ ഉണ്ടാവും, ഈ ആനേന്റെ കൊമ്പ്, അല്ലെങ്കിൽ വലിയ വലിയ ജീവികളെ കൊമ്പിനെ കൊണ്ടെല്ലാം ഹോൺ ഉണ്ടാവും, ബ്ലോ ചെയ്യുന്ന ഹോൺ, ഡ്രം ബീറ്റ് ഉണ്ടാവും. അപ്പൊ ഇങ്ങനത്തെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിന്റെ അതൊക്കെ എന്താ പറയാ, വെൻ the people developed those things, അപ്പോഴൊക്കെയാണ് ഈ people got more interested in the concept of vibration. പിന്നെ അന്ന് മുതൽ ഈ മ്യൂസിഷ്യൻസ്, ഫിലോസഫേഴ്സ്, ഇതൊക്കെ they have all sought out for the rules and laws of sound production. എന്തിനാണ് അതൊക്കെ? ഈ ഇംപ്രൂവ്മെന്റ്സ്, ഈ മെഷീൻ പാർട്സ്, ഈ ഡെവലപ്പ് ചെയ്ത മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിനും പല ഇൻസ്ട്രുമെന്റ്സിനും ഇംപ്രൂവ്മെന്റ്സ് നടത്താൻ വേണ്ടിയിട്ട് ഫിലോസഫേഴ്സ്, മ്യൂസീഷ്യൻസ്, ഇവരൊക്കെ started beginning to think deeply about the different rules and laws which govern vibration. ഈ 4000 BC-ലൊക്കെയാണ് ആദ്യമായിട്ട് ഈ എന്താ പറയാ, ഈ ചൈനീസ്, നമ്മളെ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ ഹിന്ദുസ്, ജാപ്പനീസ്, ഈജിപ്ഷ്യൻസ്, ഇവരൊക്കെ
they were the first initial people who appreciated music. അതൊരു 3000 BC ഒക്കെ ആകുമ്പോൾ സ്ട്രിങ് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ, ഈ ഹാർപ്പ് ഒക്കെ ഇല്ലേ, നമ്മളിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ അയക്കുന്ന ഹാർപ്പ് ഒക്കെ, മെർമെയ്ഡിന്റെ ഒക്കെ ചിത്രം കാണുമ്പോൾ നിങ്ങൾക്ക് കാണാം ഹാർപ്പ്. ആ സാർ. ഹാർപ്പൊക്കെയാണ് ഉണ്ടായ സ്ട്രിങ് ഇൻസ്ട്രുമെന്റ്സ്. ശരിക്കും ഈ നമ്മളെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഗ്രീക്ക് ഫിലോസഫർ മാത്തമാറ്റീഷ്യനായ പൈത്തഗോറസ്? He is considered to be the first person to investigate about musical sounds on a scientific basis. മൂപ്പരാണ് ആദ്യമായിട്ട് എന്താ പറയാ സയന്റിഫിക് ടെമ്പർമെന്റ് കാണിച്ചുകൊണ്ട് ഇതിനെപ്പറ്റി ചിന്തിക്കാൻ തുടങ്ങിയത്. അറൌണ്ട് 350 BC അരിസ്റ്റോട്ടിൽ റോട്ട് ട്രീറ്റീസ് ഓൺ എന്താ പറയാ മ്യൂസിക് ആൻഡ് സൗണ്ട്. പല ഒബ്സർവേഷൻസ്, അരിസ്റ്റോട്ടിലെ ഫേമസ് പുസ്തകങ്ങളൊക്കെ പല കോട്ടുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. വോയിസ് ഈസ് സ്വീറ്റർ ദാൻ സൗണ്ട് ഓഫ് ഇൻസ്ട്രുമെന്റ്സ്, വോയിസ് ഓഫ് ഫ്ലൂട്ട് ഈസ് ദ സ്വീറ്റസ്റ്റ്, ഇങ്ങനത്തെ കുറെ കോട്ടുകളൊക്കെ അരിസ്റ്റോട്ടിലൊക്കെ നടത്തിയിട്ടുണ്ട്. ഈ ശരിക്ക് വൈബ്രേഷൻ, ശരിക്ക് അതിനെങ്കിൽ വൈബ്രേഷൻ മെഷർ ചെയ്യുന്നത് അല്ലെ, അതിനെ നമുക്ക് എങ്ങനെ അതിനെപ്പറ്റി നമുക്ക് കൂടുതൽ കറക്റ്റ് മനസ്സിൽ. ഇപ്പൊ എർത്ത് ക്വേക്ക്, വൈബ്രേഷന്റെ ഏറ്റവും വലിയൊരു ഡിസാസ്ട്രസ് എഫക്റ്റ് ആണ് എർത്ത് ക്വേക്ക് അല്ലെ. ഈ ചൈനയിലാണ് പണ്ട് ഈ കണ്ടിന്യൂസ് ആയിട്ട് എർത്ത് ക്വേക്സ് ഏൻഷ്യൻ ടൈംസിൽ ഉണ്ടാകുന്നത്. അപ്പൊ ചൈനയിലെ ഒരു പഴയ ഹിസ്റ്റോറിയനും ആസ്ട്രോണമറും ഉണ്ട്, സാങ് ഹാങ് എന്ന് പറഞ്ഞതാണ്. സാങ് ഹാങ് ചൈനയിലുണ്ടായ ഒരു വലിയ പഴയ ഫിലോസഫറാണ്, ആസ്ട്രോണമറാണ്, ഹിസ്റ്റോറിയനാണ്. ഏകദേശം ഒരു AD 132 he invented the world's first seismograph. ആദ്യത്തെ ഒരു സീസ്മോഗ്രാഫ് മൂപ്പറാണ് ഇൻവെന്റ് ചെയ്തത്. ഞാനിതെല്ലാം കുറെ പഴയ പുസ്തകങ്ങളെല്ലാം പണ്ട് ക്ലാസ് എടുക്കുന്നതിന്റെ ഭാഗമായിട്ട് വായിച്ചിട്ട് എഴുതി വെച്ച കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞിരുന്നത്. ഒറ്റയടിക്ക് നമ്മൾ വൈബ്രേഷൻ എന്ന് പറയുന്നത് വൈബ്രേഷൻ ഫുള്ള് ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിലേക്ക് കിടക്കേണ്ട എനിക്കിന്റെ ഫുൾ ഇക്വേഷൻ ഒന്നും എഴുതി പറയാൻ കഴിയില്ല എന്നുള്ളതാണ് ഞാൻ ഇതെല്ലാം ബേസിക് ആയിട്ട് പറയുന്നത്. ഒരു ഇൻട്രൊഡക്ഷൻ എടുത്താൽ മതി, കഥ കേൾക്കുന്ന പോലെ എടുത്താൽ മതി. മൂപ്പരാണ് ആദ്യത്തെ സീസ്മോഗ്രാഫ് ഉണ്ടാക്കിയത്. ഇറ്റ് വാസ് മെയ്ഡ് ഫ്രം എ ഫൈൻ കാസ്റ്റ് ബ്രോൺസ് ജാർ. ഒരു ബ്രോൺസ് ജാറിൽ നിന്നാണ് ഈ സീസ്മോഗ്രാഫ് ആദ്യമായിട്ട് ഉണ്ടാക്കിയത്. അതിന്റെ ഒരു പിക്ചർ മിക്കവാറും ഗൂഗിളിൽ ഉണ്ടാവും. ഫസ്റ്റ് സീസ്മോഗ്രാഫ് നോക്കത്ത് കിട്ടുമെന്ന്. ഫിഗർ കാണുന്നില്ല. ഇതന്നെ ഫസ്റ്റ് സീസ്മോഗ്രാഫ്. ഒരു ബ്രോൺസ് എന്താ പറയാ എക്യുപ്മെന്റ് ആണ്. ഒരു ജാറിന്റെ ഷേപ്പില്, വൈൻ ജാറിന്റെ ഷേപ്പില്. ഇൻസൈഡ് ദ ജാർ ദർ വാസ് എ മെക്കാനിസം കൺസിസ്റ്റിംഗ് ഓഫ് പെൻഡുലംസ് സറൗണ്ടഡ് ബൈ എ ഗ്രൂപ്പ് ഓഫ് 8 എന്താ പറയുക പോയിന്റേഴ്സ്. ഒരു ലിവേഴ്സ് ഉണ്ടാവും, 8 പോയിന്റ് റേഞ്ച് ഇട്ടുണ്ടാവും. ഇതിന് ചുറ്റും തവളകൾ ഇരിക്കുന്നുണ്ട് വായ തുറന്നിട്ട്. അതിൻ്റെ ഉള്ളിൽ ഒരു നീരാളിന്റെ തല ഇങ്ങനെ പുറത്തേക്ക് വരുന്നില്ലേ, നീരാളി അല്ല, ഡ്രാഗണിന്റെ ഹെഡ്. ആ ഡ്രാഗൺ ഹെഡ് റിലേറ്റ് ചെയ്തൊരു 8 പെൻഡുലം അതിനുള്ളിലുണ്ട്. ഓക്കെ, 8 ഡ്രാഗൺ ഫിഗേഴ്സ് വിത്ത് എ ബ്രോൺസ് ബോൾ ഇൻ ദ മൗത്ത് ഓഫ് ഈച്ച്. ഓരോന്നിന്റെ വായിൽ, ഈ 8 ഡ്രാഗൺ ഹെഡ്സിന്റെ വായിൽ ഓരോ ബോളും were arranged on the outside of the seismograph. Now, below each dragon was a frog with its mouth wide open. മുകളിലേക്ക് ഇങ്ങനെ നോക്കി വായ തുറന്നിരിക്കുന്ന 8 തവളകളുണ്ട് പുറത്ത്. A strong earthquake in any direction would tilt the pendulum. ഇതിനുള്ളിൽ പെൻഡുലത്തിന് ഏതെങ്കിലും ഒരു ഭാഗത്ത് ശക്തമായിട്ടുള്ള earthquake ഉണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് ആ പെൻഡുലത്തിന് വൈബ്രേഷൻ തിരിക്കും. in that direction, triggering the liver in the dragon head. ഈ ഡ്രാഗൺ ഹെഡിനുള്ളിൽ ലിവറിനെ തട്ടുക പെൻഡുലം പോയി. ആ പെൻഡുലം തട്ടുന്ന ആ ഡ്രാഗൺ ഹെഡിലെ ആ ബോൾ എന്ത് ചെയ്യും? ഇറ്റ് വിൽ ബി റിലീസ്ഡ്, which will fall in the mouth of the frog with a clanging sound. അപ്പൊ ഈ 8 തവളേന്റെ ഈ എർത്ത് ഉണ്ടാകുന്ന സമയത്ത് ഈ 8 തവളേന്റെ ഏതെങ്കിലും ഒരുത്തിന്റെ വായിലേക്ക് ഭയങ്കര ശബ്ദത്തോടെ ആ ഡ്രാഗൺ ഹെഡിന്റെ ബോൾ പോയി. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ആ ഡയറക്ഷനിലാണ് എർത്ത് ഉള്ളത് എന്നുള്ളത്. മനസ്സിലാകുന്നുണ്ടോ?
ഇതൊക്കെ ആദ്യം പഴയ AD എന്ന് വായിച്ചപ്പോൾ AD 132 ഇതിനെപ്പറ്റി ആലോചിച്ച് മെനക്കെട്ടിട്ട് ഓരോ വഴികൾ ഉണ്ടാക്കുന്നതാണ് നമുക്ക് എങ്ങനെ ഇത് മനസ്സിലാക്കാം. ഡയറക്ഷൻ, ഇത് ഏത് ഭാഗത്ത് നിന്ന് വരുന്നത്, ആ കാര്യങ്ങളെ പറ്റി അറിയാനാണ്. സോ അങ്ങനെ അറിഞ്ഞിട്ട് ആ ഭാഗത്തുള്ള ആൾക്കാർ അത് ഏതാണ് സ്ഥലം, രാജ്യത്തിന്റെ ഏത് ഭാഗം അതിർത്തിയാണത് മനസ്സിലാക്കി അവിടുത്തെ ആൾക്കാർ ഒഴിപ്പിക്കും. ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്യാം. അതേപോലെ തന്നെ ഈ ഗലീലിയോ ഗലീലി, ഫൗണ്ടർ ഓഫ് മോഡേൺ എക്സ്പെരിമെന്റൽ സയൻസ്, കേട്ടിട്ടുണ്ടോ? ഗലീലിയോ ടെലിസ്കോപ്പ് എന്ന് കേട്ടിട്ടുണ്ടോ? വാസ് ഇൻസ്പയർഡ് ടു സ്റ്റഡി ദ ബിഹേവിയർ ഓഫ് എ സിമ്പിൾ പെൻഡുലം. അതായത് ഗലീലിയോ ഒരു ദിവസം വെറുതെ പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനൊന്നും അങ്ങനെ ചേർച്ചിലൊന്നും അധികം വിശ്വാസമുള്ള വ്യക്തിയല്ല. കാരണം അവരൊക്കെ സയന്റിഫിക് ടെമ്പർമെന്റ് ഉള്ള ആൾക്കാരാണ്. ഹി വാസ് മോർ ഓഫ് എൻ അഗ്നോസ്റ്റിക്. അത്യാസ്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല, അഗ്നോസ്റ്റിക്. കാരണം ഫുൾ സയന്റിഫിക് ആയിട്ട് ചിന്തിക്കുന്നു. ദൈവം, ചർച്ച്, യേശു ക്രിസ്തു, അങ്ങനത്തെ ക്ലബ്ബ്, ഇതൊന്നും ഒരു വിശ്വാസമില്ല. അപ്പൊ മൂപ്പർ ചർച്ചിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ അവിടുത്തെ ഒരു ക്ലോക്കിന്റെ പെൻഡുലം, ഒരു ലാമ്പിന്റെ പെൻഡുലം ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരുന്നു. മൂപ്പർ ഈ മറ്റേ ചർച്ചിൽ പ്രീസ്റ്റ് സർമൺ പറയുമല്ലോ, ആ സർമൺ കേട്ട് ബോറടിച്ച് നോക്കാൻ തുടങ്ങി. അന്നേരം മുതലാണ് ഈ ഗലീലിയോ ഗലീലി എന്ത് ചെയ്ത് ചിന്തിക്കാൻ തുടങ്ങിയത്. ഈ പെൻഡുലത്തിന്റെ മൂവ്മെന്റും അതിനെപ്പറ്റി പഠിക്കാനുള്ള, അതിന് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ടല്ലോ, പല കാര്യങ്ങൾ മനസ്സിലാക്കാൻ മൂപ്പർ ചിന്തിക്കാൻ തുടങ്ങി. സിമിലർലി എന്താ പറയാ, പിൽക്കാലത്ത് ഐസക് ന്യൂട്ടൺ പിന്നെ ഹാവ് പബ്ലിഷ്ഡ് ഡിഫറെന്റ് ബുക്സ് റിലേറ്റഡ് ടു വൈബ്രേഷൻ തിയറീസ്. ബെർണോളി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, DL എംബർട്ട്, ഓയിലർ, ലെഗ്രാഞ്ചി, ഇവരൊക്കെ എന്താ പറയാ, they have all contributed in the study, analytical study and formation of theories, principles and solutions related to mechanical vibration. So ഇവരെല്ലാം കോൺട്രിബ്യൂഷൻ ഉണ്ട്. നമ്മളെ ചൈനയിലെ ജാങ് ഹാങ് മുതൽ ഗലീലിയോ ഗലീലി, ഐസക് ന്യൂട്ടൺ, ബെർണോളി, ലെഗ്രാഞ്ചി, ഓയിലർ, DL എംബർട്ട്, ഇവരൊക്കെ ഈ പേരുകളൊക്കെ നിങ്ങൾ പല പ്രിൻസിപ്പളും തിയറീസും ആയിട്ട് കേട്ടിട്ടുണ്ടാവും. ഇവരൊക്കെ കോൺട്രിബ്യൂഷൻ ഉണ്ട് എന്തിൽ? in developing theories and principles related to mechanical vibrations. ഇനി ഇതിന്റെ ഇമ്പോർട്ടൻസ് തന്നെ ശരിക്കും ബേസിക്കലി വൈബ്രേഷന്റെ ഇതിനെ പറ്റിയുള്ള ഇമ്പോർട്ടൻസ് എന്താണ്? കാരണം നമ്മളെല്ലാം ഹ്യൂമൻ ബീങ് ആണല്ലേ. ഈ എന്താ പറയാ, ഇൻവോൾവ് ഇൻ ആക്ടിവിറ്റീസ് റിലേറ്റഡ് ടു വൈബ്രേഷൻ ഇൻ വൺ ഫോം ഓർ ദി അതർ. അതാണ് നേരത്തെ പറഞ്ഞ വി ഹിയർ ബിക്കോസ് അവർ ഇയർ ഡ്രംസ് വൈബ്രേറ്റ്, വി സീ ബിക്കോസ് ലൈറ്റ് വേവ്സ് അണ്ടർഗോ വൈബ്രേഷൻ. ഇതൊക്കെ വേവ് അല്ലേ? വേവ് ആകുന്ന എങ്ങനെയാ? ഡ്യൂ ടു വൈബ്രേഷൻ ആണ്. Breathing is associated with vibration of lungs. Walking involves oscillatory motion of legs and hands. Human speech requires oscillatory motion of നമ്മുടെ ലാരിങ്സ് അല്ലെങ്കിൽ വോക്കൽ കോഡ്. അങ്ങനെ പലതും ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇനി വൈബ്രേഷൻ കൊണ്ടുണ്ടാകുന്ന മറ്റൊരു ബിഗ്ഗസ്റ്റ് ഫെയിലിയർ ഫിനോമിനയാണ് റെസൊണൻസ്. കേട്ടില്ല റെസൊണൻസിനെ പറ്റി? റെസൊണൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് റെസൊണൻസ്? എന്താണ് റെസൊണൻസ് എന്ന് പറഞ്ഞാൽ? ആലോചിച്ച് പറ. എല്ലാരും പോയാ? ഒരു ബോഡിയിൽ വൈബ്രേഷൻ ഇൻഡ്യൂസ് ചെയ്യുമ്പോൾ ആ ബോഡിയുടെ നാച്ചുറൽ ഫ്രീക്വൻസിക്ക് ഈക്വൽ ആണ് വൈബ്രേറ്റിംഗ് ഫ്രീക്വൻസി എങ്കിൽ ആ ബോഡി മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ, റേസ്ഡ് ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യും. അതാണ് റെസൊണൻസ്. വെരി ഗുഡ്, കറക്റ്റ് ആണ്. അതായത് ഒരു ബോഡി വൈബ്രേറ്റ് ചെയ്യുമ്പോൾ അതിൽ എന്താ ഉണ്ടാകുന്നത്? ശ്രീനാഥ് പറഞ്ഞു. ശ്രീനാഥല്ലേ പറഞ്ഞത് ഇപ്പം? അല്ലെ, ആ ബോഡി വൈബ്രേറ്റ് ചെയ്യുമ്പോൾ അതിൽ എന്താ ഉണ്ടാകുന്നത്? ഫ്രീക്വൻസി ഉണ്ടാവും അല്ലെ? ആ ഫ്രീക്വൻസിക്ക് എന്താ പറയാ നമ്മള്? ഒരു ബോഡി ഇപ്പം അതിന് നാച്ചുറൽ വൈബ്രേഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറയാം. ഒരു ബോഡിക്ക് സ്വന്തമായിട്ടുണ്ടാകുന്ന വൈബ്രേഷൻ. അപ്പൊ ഈ സ്വന്തമായിട്ടുണ്ടാകുന്ന വൈബ്രേഷന്റെ കൂടെ അതിന്റെ മേലെ എന്തെങ്കിലും എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ ഈ ഫോഴ്സ് കൊണ്ടൊരു ബോഡിയിൽ എന്താ പറയാ എഫക്ട് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ബേസിക്കലി വൈബ്രേഷൻ ആണ്. അവിടെ ഉണ്ടാകുന്നത് വേവ്സ് വൈബ്രേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. ഈ ഫോഴ്സ് കൊണ്ട് ഉണ്ടാകുന്ന വൈബ്രേഷന്റെ, അതായത് എക്സ്റ്റേണൽ ഫ്രീക്വൻസി, അതിന് എക്സ്റ്റേണൽ ഫ്രീക്വൻസി. ഒരു ബോഡിന്റെ നാച്ചുറൽ ഫ്രീക്വൻസി വെൻ ഇറ്റ് ബിക്കംസ് ഈക്വൽ ടു ദ എക്സ്റ്റേണൽ ഫ്രീക്വൻസി, ആ ബോഡി കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ട്രോയ് ചെയ്യപ്പെടും.
കംപ്ലീറ്റ് ഫെയിൽ ആവും. ഇതിന് ഏറ്റവും വലിയൊരു ഭയങ്കര ഇപ്പോഴും പഠനം നടത്തുന്നത്, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി റെസൊണൻസിനെ പറ്റിയുള്ള റെസൊണൻസിന്റെ ഏറ്റവും വലിയ എഫക്റ്റ് കാണിച്ചെന്ന ഒരു സംഭവം ഞാൻ കാണിച്ചു തരാം. ഒരു ഇമേജ് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്, കാണാൻ പറ്റും നമുക്ക്. What you seeing is the image of a broken bridge. ടാക്കോമ നാരോസ് ബ്രിഡ്ജ് എന്നാണ് അതിന്റെ പേര്. 1st July 1942 November 7, 1940 അത്ര അതിന്റെ ആയുസ് ഉണ്ടായി. അതായത് ഈ ഒരു സസ്പെൻഷൻ ബ്രിഡ്ജാണിത്. അതിന്റെ നടുവിൽ നിങ്ങൾ മറ്റേ പില്ലേഴ്സ് ഒന്നും കാണുന്നില്ലല്ലോ. വാഷിംഗ്ടണിൽ, യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ വാഷിംഗ്ടണിൽ ഉണ്ടായ ബ്രിഡ്ജാണിത്, സസ്പെൻഷൻ ബ്രിഡ്ജ്. ഓക്കെ, ഇതിന് വലിയൊരു ഫെയിലിയർ ഉണ്ടായി. അതായത് ഈ ബ്രിഡ്ജ് പൊട്ടിയത് വേറൊരു അറ്റാക്ക് കൊണ്ടോ ഒന്നും കൊണ്ടല്ല. ഇതെങ്ങനെ പൊട്ടിയത്? ദിസ് വാസ് ഡ്യൂ ടു ദ റെസൊണൻസ്. ഡിസൈനിലെ ഫെയിലിയർ ആണ്, കാരണം റെസൊണൻസ് കാൽക്കുലേഷനിൽ പറ്റിയ പ്രശ്നങ്ങളുണ്ടായത് പൊട്ടിയത്. അതായത് ഈ ഒരു ചെറിയ ഷോർട്ട് പീരീഡ്, ജൂലൈ 1 മുതൽ നവംബർ 7 വരെ എന്നുള്ള ഷോർട്ട് പീരീഡിന്റെ ഉള്ളിൽ അതിന്റെ മേലെ കൂടെ വണ്ടികൾ പാസ് ചെയ്ത് ആൾക്കാർ പോയി അറ്റ് വൺ പോയിന്റ് എന്തായി, ഈ മേലെ കൂടെ നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഫോഴ്സ് ഉണ്ട്, ആ ഫോഴ്സിന്റെ vibrations became equal to the natural frequency of the material of the bridge. ആ ബ്രിഡ്ജിന്റെ മെറ്റീരിയൽ നാച്ചുറൽ ഫ്രീക്വൻസിക്ക് ഈക്വൽ ആണ്. ആ ബ്രിഡ്ജ് കംപ്ലീറ്റ് കൊളാപ്സ്. സോ ദിസ് ഈസ് വൺ ഓഫ് ദി എന്താ പറയാ ഡിവാസ്റ്റേറ്റിംഗ് എഫക്ട്സ് ഓഫ് ദ ഡിസ്അഡ്വാൻറ്റേജ് ഓഫ് വൈബ്രേഷൻ, അല്ലെങ്കിൽ വൈബ്രേഷനിലൂടെ റെസൊണൻസിൽ എത്തിയിട്ടുള്ള ഒരു ഡിവാസ്റ്റേറ്റിംഗ് എഫക്റ്റ് ആണ്. നമ്മൾ 2ാം ലോകമഹായുദ്ധത്തിൽ, നിനക്ക് അതിന്റെ പേര് കറക്റ്റ് ഓർമ്മയില്ല, വേറെ ഇൻസിഡന്റും കൂടി ഉണ്ട്. ഒരു ജപ്പാൻ ആർമി ആണോ ഇതേപോലെ ഒരു ബ്രിഡ്ജിലൂടെ മാർച്ച് ചെയ്യുമ്പോൾ ആ ബ്രിഡ്ജ് ഫോളോ ചെയ്തു. കാരണം അത്രയും പെർഫെക്റ്റ് വേയിലാണ് അവർ മാർച്ച് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് എല്ലാവരും ഫുഡ് സ്റ്റെപ്സ് ഒരേപോലെ. അറ്റ് വൺ പോയിന്റ് ആ ബ്രിഡ്ജിന്റെ മേലെ അവർ ഈ മാർച്ചിങ് സൗണ്ടോടെ പോകുമ്പോൾ ആ മാർച്ച് ചെയ്യുമ്പോൾ ഉണ്ടാക്കുന്ന എക്സ്റ്റേണൽ ഫ്രീക്വൻസി ബ്രിഡ്ജിന്റെ നാച്ചുറൽ ഫ്രീക്വൻസി ഒന്നായിട്ട് അത് ഫെയിൽ ആയത്. വലിയൊരു ഹിസ്റ്റോറിക്കൽ ഇൻസിഡന്റ് ഉണ്ടായിരുന്നു. ഇതൊക്കെ എന്താണ്? ദീസ് ആർ ഓൾ few of the very devastating effects of vibrations. കേട്ടിട്ട് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക്? ഓക്കെ, തൽക്കാലം ഇന്നിപ്പോ നമുക്ക് ഇവിടെ നിർത്താം. ഇതിന്റെ ടെക്നിക്കൽ ആസ്പെക്ട്സ് ഒക്കെ നമുക്ക് അടുത്ത ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് 11:50 വരെ അല്ലേ അവർ അറ്റൻഡൻസ് എടുത്തിട്ട് അദ്വൈതുണ്ടോ? അജയ് കൃഷ്ണ പ്രസന്റ് സർ. അഖിൽ കെ പ്രസന്റ് സർ. അക്ഷയ് കൃഷ്ണ പ്രസന്റ് സർ. അക്ഷയ് കൃഷ്ണ ടി പ്രസന്റ് സർ. അക്ഷയ് രാജീവ് നമ്പ്യാർ. അക്ഷയ് നമ്പ്യാർ ഇല്ലേ? സർ എന്തോ പറയുന്നുണ്ട്. ഓക്കെ, അമർനാഥ് ഉണ്ടോ? ഓക്കെ, ക്ലിൻഡ് ഉണ്ടോ? പ്രസന്റ് സാർ. വിജിത്ത് പ്രസന്റ് സാർ. ഗൂഗിൾ ഉണ്ടായിരുന്നോ? ആ സർ. ഓക്കെ, വിഷ്ണു ദിലീപോ ഉണ്ടായിരുന്നു? ആ, മെസ്സേജ് ആണ്. ചാറ്റ് ബോക്സ്. ജോൾ ടോം ഇല്ലേ? സർ. ജുനൈദ് ഉണ്ടായിരുന്നോ? ആ സർ ഉണ്ട്. മിനോഷ് പ്രസന്റ് സർ. മുഹമ്മദ് സിനാൻ പ്രസന്റ് സർ.
നികേത്. Present, sir. ഓക്കെ, പ്രണവ് കെ മെസ്സേജ് ഞാൻ കണ്ട്. പ്രണവ് എൻ. Present, sir. ഓക്കെ, വൈശാഖിന്റെ മെസ്സേജ് കണ്ട്. ഋത്വിക് ഉണ്ടോ? Present, sir. ശരത്ത്. Present, sir. ശ്രീനാഥ്. Present, sir. ശ്രീരാഗ്. Present, sir. സുലഭ്. Present, sir. യദുകൃഷ്ണൻ. Present, sir. ഹരീഷ്. Present, sir. അരുൺ രാജ്. Present. ഓക്കെ, ജിഷ്ണു കെ വി. Present, sir. Present, sir. നീരജ്. Present, sir. റനീഷ്. റനീഷ് ഉണ്ടോ? റനീഷ് ഉണ്ടായിരുന്നോ? അറിയില്ല, sir. ഓക്കെ, വൈശാഖ് മെസ്സേജ് കണ്ട്. ഗോകുൽ മുരളീധരൻ. Present, sir. ഓക്കെ, എന്നാ താങ്ക് യു. വിൽ കണ്ടിന്യൂ. Thank you, sir. താങ്ക് യു, സർ.